മുത്തേ നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടാണ് ഉള്ളത്. എന്ത് പറ്റി? എന്ത് പറയാൻ? രാവിലെ മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. മൂഞ്ചി തെറ്റിയിട്ടുള്ളത്. എൻ്റെ ക്രിപ്റ്റോ സ്കാമായി. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല, ഒരു കോയിനിൽ ഞാൻ ക്രിപ്റ്റോയിൽ ഞാൻ എൻ്റെ മൊത്തം സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് നല്ലൊരു പണി കിട്ടി. സ്കാമായിരുന്നു. എടാ ഇവന്റെ ഈ ക്രിപ്റ്റോ മച്ചാന്റെ ഈ വീഡിയോ കണ്ടപ്പോ തന്നെ ഞാൻ ബാക്ക് വലിയണായിരുന്നടാ. ഇത് കണ്ടോ? പറഞ്ഞു പണം സൂക്ഷിക്കാൻ. അപ്പോ ഇവർക്ക് അഹങ്കാരം കേട്ടില്ല. ഇപ്പോ പണം കള്ളന്മാർ കൊണ്ടുപോയി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൊപ്പി ക്രിപ്റ്റോയിൽ പുതുതാണ്. സോ ഒന്നെങ്കിൽ തൊപ്പിയെ ഏതെങ്കിലും റെക്രൂട്ട് ടീം അവരുടെ ടോക്കൺ ബൈബാക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് ടെലിഗ്രാം അഡ്മിൻസ് ഏതെങ്കിലും. ഞാൻ കണ്ടപാടന്നെ ഞാൻ ഇതിനെ കുറിച്ച് നോക്കണായിരുന്നടാ. ഞാനിത് എല്ലാരും പറയുന്ന പോലത്തെ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടടാ. മണ്ടത്തരായി പോയടാ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അലാക്കിന്റെ ചൈനീസ് കോയിൻ, ആഫ്രിക്കൻ കോയിൻ, വല്ല ബിറ്റ് കോയിനിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാനും. ഇത് വലിയ അത്യാഗ്രഹം മൂത്തിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചേന്ന്. മരമണ്ടത്തരം ഞാൻ കാണിച്ചേന്ന്. ഇടയ്ക്ക് കിട്ടണത് നല്ലതാ. പഠിക്കാൻ നല്ലതാ. എനിക്കൊന്ന് കണ്ണു തെളിയാൻ ഇത് നല്ലതാ ദേവേട്ടാ. എനിക്ക് പോയതിന്റെ പകുതിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഇതാണ് ഇപ്പൊ തന്റെ അവസ്ഥ. ഞാൻ രാവിലെ മുതൽ കോയിനെ വെയിലത്ത് അയച്ചിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ വീണ് പോകാൻ കാത്തിക്കുന്ന ആൾക്കാരാണ്. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ആഘോഷിക്കാനുള്ള വകയാണ് ഇതെന്ന് എനിക്കറിയാം. ഓക്കെ, ഇതെനിക്ക് നഷ്ടം തന്നെ. പക്ഷെ ഇതും കൊണ്ട് അവിടെ സൈഡായിട്ട് കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ മോനെ, എനിക്ക് പോയ പൈസ എന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 മാസം കൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കും. നീ കൂടെ ഉണ്ടാവില്ലേ? കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. കട്ടള പോലെ പുറയിലുണ്ടാവും.